ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും എജുഹോളിക് ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലീഷിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും സമ്മറിയാണ്. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ എല്ലാ ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ കഴിയും. ഒരു ശ്രദ്ധിച്ച് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ ഫസ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു പോയമാണ്. അപ്പോൾ ഇതിൻ്റെ സമ്മറി ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. എഴുതിയെടുക്കുക, എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ലോങ് ആൻസർ, ഷോർട്ട് ആൻസർ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ലൈൻ ബൈ ലൈൻ മീനിങ് ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞു തരാം. My Grandmother House is an autobiographical poem by Indian writer Kamala Das. Poem about the poet's grandmother's house, where she was happy and loved. മൈ ഗ്രാൻഡ് ഹൗസ് എന്ന് പറയുന്നത് കമലാദാസിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ പോയമാണ്. പോയറ്റിൻ്റെ ഗ്രാൻഡ് മദറിനെ കുറിച്ചിട്ടും അവർ താമസിച്ചിരുന്ന വീടിനെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. അവിടെ ദാസ് വളരെയധികം സന്തോഷവതിയായിരുന്നു. Poem is about the poet's childhood memories. Now that house is far away. ദാസിൻ്റെ കുട്ടിക്കാല ഓർമ്മകളാണ് ഈ കവിതയിൽ കവയിത്രി പങ്കുവെക്കുന്നത്. ആ വീട് വളരെ ദൂരത്തിലാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ കമലാദാസ് ഇപ്പോൾ ജീവിക്കുന്നത് സിറ്റിയിലാണ്. അപ്പോൾ ആ വീടെന്ന് പറയുന്നത് ഗ്രാമപ്രദേശത്തായിരുന്നു. അതുകൊണ്ട് ആ വീട് ഇപ്പോൾ വളരെ ദൂരത്തായിട്ടാണ് കമലാദാസിന് അനുഭവപ്പെടുന്നത്. Speaker's grandmother died, and after her death, the house fell silent. ഗ്രാൻഡ് മരിച്ചുപോയി. ആ മരണത്തിന് ശേഷം ആ വീട് ഇപ്പോൾ നിശബ്ദമായിരിക്കുന്നു എന്നാണ് കവയിത്രി ഇതിൽ പറയുന്നത്. സ്നേക്സ് glittered between the books. The speaker felt as if her blood had turned as cold as the moon. കമലാദാസിൻ്റെ ലോകം എന്ന് പറയുന്നത് കമലാദാസിൻ്റെ മുത്തശ്ശിയായിരുന്നു. അപ്പോൾ ഗ്രാൻഡ് മദറിൻ്റെ മരണശേഷം സന്തോഷങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ്. അവളുടെ ഗ്രാൻഡ് മദറിന് ഒരുപാട് ബുക്സിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ മരണശേഷം ആ ബുക്കൊന്നും ആരും തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് തന്നെ ആ ബുക്കിലൂടെ പാമ്പുകൾ ഇഴഞ്ഞു പോകുന്നു എന്നാണ് പറയുന്നത്. അവളുടെ മരണം കമലാദാസിന് വളരെയധികം സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കവിതയിൽ എന്താണ് അതിന് പ്രയോഗിക്കുന്നത്? ബ്ലഡ് ഹാഡ് ടേൺഡ് ആസ് കോൾഡ് ആസ് ദ മൂൺ. അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത്? കമലാദാസിൻ്റെ രക്തം മരവിച്ചു പോയെന്നാണ് പറയുന്നത്. ഇതിനെപ്പോലെ തണുത്തുറഞ്ഞു പോയെന്നാണ് കവിതയിൽ വിശേഷിപ്പിക്കുന്നത്. ദ സ്പീക്കേഴ്സ് ഡിസയർ ടു വിസിറ്റ് ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഈസ് റിയലി എ വിഷ് ടു റീവിസിറ്റ് ദ ലവ് ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഹെർ ചൈൽഡ്ഹുഡ്. അപ്പോൾ ഇതിലൂടെ കവയിത്രി എന്താണ് പറയുന്നത്? മുത്തശ്ശിയുടെ മരണശേഷം ദാസ് വേറൊരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഈ വീട്ടിലേക്ക്, മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ കമലാദാസ് ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്? അതായത് ചെറുപ്പത്തിൽ കമലാദാസിന് കിട്ടിയിരുന്ന സ്നേഹവും സംരക്ഷണവും ഒക്കെ തിരികെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അവർ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് തിരികെ വരാൻ മനസ്സുകൊണ്ട് വളരെയധികം ആഗ്രഹിക്കുന്നത്. ആൻഡ് സ്ക്വാൻറ്റിങ് ത്രൂ ഇറ്റ്സ് എംപ്റ്റി വിൻഡോസ് ഓർ ലിസണിങ് ടു ദ കോൾഡ് ലൈഫ്ലെസ് എയർ. അപ്പോൾ ഇതിലൂടെ എന്താണ് പറയുന്നത്? ആ വീടിൻ്റെ ജനലിൻ്റെ ഉള്ളിലൂടെ നോക്കുന്ന സമയത്ത് അകത്ത് മുഴുവൻ ഇരുട്ടാണ് കാണുന്നത്. വീടിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊന്നും കമലാദാസിന് കാണാൻ കഴിയുന്നില്ല. ആ ജനലിൻ്റെ ഉള്ളിലൂടെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ തണുത്ത എയർ ആണെന്നും കവയിത്രി പറയുന്നുണ്ട്. കാരണം എന്താണ്? അവിടെ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല. ബട്ട് ദിസ് പോയം ഇംപ്ലൈസസ് ദാറ്റ് സച്ച് കംഫർട്ട് ആർ ഡിഫിക്കൽട്ട് ടു റീഗെയിൻ വൺസ് ദേ ആർ ലോസ്റ്റ്. അപ്പോൾ ഇതിലൂടെ കവയിത്രി എന്താണ് പറയുന്നത്? നഷ്ടപ്പെട്ടത് ഒരിക്കലും നമുക്ക് തിരിച്ച് കിട്ടില്ല എന്നാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കവയിത്രിക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? അവളുടെ മുത്തശ്ശിയുടെ സ്നേഹവും പരിഗണനയും സംരക്ഷണവുമാണ് നഷ്ടപ്പെട്ടത്. Yet the speaker seemed almost comforted by the thought of taking some of the darkness home with her, to lie behind her bedroom door like a brooding dog. ഇതിലൂടെ എന്താണ് പറയുന്നത്? ഗ്രാൻഡ് മദറിൻ്റെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു ഇരുട്ടിനെ സ്വന്തം ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. എന്തിനെ പോലെ? ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്.
The absence of her grandmother's love, the speaker is so hungry for affection that she become willing to beg for scrap of love at strangers' door. ഈ ലൈനിൽ എന്താണ് പറയുന്നത്? മുത്തശ്ശിയുടെ അഭാവത്തിൽ മുത്തശ്ശിയുടെ ആ സ്നേഹം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അപരിചിതരുടെ അടുത്ത് പോലും ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് കമലാദാസ് യാചിക്കുന്നതും നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ കവിതയിലുടനീളം നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? കമലാദാസ് എന്ന കവയത്രി സന്തോഷകരമായിട്ട് ആസ്വദിച്ചിരുന്ന അവരുടെ കുട്ടിക്കാലത്തെക്കുറിച്ചും അവരുടെ മുത്തശ്ശിയെക്കുറിച്ചും അന്ന് താമസിച്ചിരുന്ന വീടിനെക്കുറിച്ചൊക്കെ ഓർക്കുന്നതാണ് ഈ കവിതയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ കുട്ടിക്കാലത്ത് മുത്തശ്ശിയുടെ അടുത്തു നിന്നും കിട്ടിയ സ്നേഹവും പരിഗണനയും ഒന്നും ഇപ്പോഴത്തെ ജീവിതത്തിൽ കിട്ടുന്നില്ല എന്നും കൂടി കവയത്രി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി ആയിട്ട് പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് കേസ് ഓഫ് സസ്പീഷൻ എന്നുള്ള ചാപ്റ്റർ പഠിക്കാം. The suspense story A Case of Suspicion is written by E. Valence. In this story, E. Valence picturizes a doctor named Dr. Benson falsely suspects a good man Ivan of stealing his watch. അപ്പോൾ ഈ കേസ് ഓഫ് സസ്പീഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ എഴുതിയിരിക്കുന്നത് ഇതൊരു സസ്പെൻസ് സ്റ്റോറിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഇവാലൻസ് ആണ്. അദ്ദേഹം ഈ ഒരു കഥയിൽ എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? ഈ കഥയിലെ രണ്ട് കഥാപാത്രങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഡോക്ടർ ബെൻസനും ഇവാൻ എന്ന് പറഞ്ഞ ഒരാളുമാണ് ഈ കഥയിലെ രണ്ട് കഥാപാത്രങ്ങൾ. അപ്പോൾ ഡോക്ടർ ബെൻസൺ ഇവാനെ അദ്ദേഹത്തിൻ്റെ വാച്ച് മോഷ്ടിച്ചെന്ന് പറഞ്ഞ് സംശയിക്കുന്നതാണ് ഈ കഥയുടെ ആശയം എന്ന് പറയുന്നത്. One day, doctor received a call from one of his clients, Mr. Olsoli, in the middle of the night. Olsoli's wife was in a labor pain and was soon going to deliver a baby. The doctor headed to Mrs. Olsoli's house. It was a windy and cold night, and on his way, he met a stranger who was walking with some difficulty. ഒരു ദിവസം നല്ല തണുപ്പുള്ള രാത്രിയിൽ ഡോക്ടർ ബെൻസന് ഒരു കോള് വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലയൻ്റാണ് ഓൾസോർലി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിന് ഡെലിവറി പെയിൻ വന്നപ്പോൾ ഡോക്ടറെ വിളിച്ചതായിരുന്നു. അങ്ങനെ ആ തണുപ്പുള്ള രാത്രിയിൽ ഡോക്ടർ ബെൻസൺ അദ്ദേഹത്തിൻ്റെ കാറും എടുത്തിട്ട് മിസ്സിസ് സോർലിനെ കാണാനായിട്ട് പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹം ഒരു സ്ട്രേഞ്ചറെ മീറ്റ് ചെയ്യാണ്. കൂടെ നടന്നു പോകുന്നതാണ് ഡോക്ടർ ബെൻസൺ കാണുന്നത്. He drove his car next to him and offered a lift. He got into the car and the doctor was too happy to have some company. After sitting down, they both introduced themselves. The stranger told his name as Ivan and said he had served in ambulance on Italian front. He was a truck driver but had been sacked a month ago. He was on his way to look for a job. അങ്ങനെ ഡോക്ടർ ബെൻസൺ ആ സ്ട്രേഞ്ചറെ കണ്ട സമയത്ത് കാറ് നിർത്തിയിട്ട് അവരോട് ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്യാണ്. അങ്ങനെ ഈ സ്ട്രേഞ്ചർ ആ കാറിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവരൊരുമിച്ച് യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ബെൻസന് ഒരുപാട് സന്തോഷം വരികയാണ്. കാരണം കുറേ ദൂരം ഒറ്റയ്ക്ക് പോകണ്ടേന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഈ സ്ട്രേഞ്ചറെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് ആ യാത്ര തുടരുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ സ്ട്രേഞ്ചർ ബെൻസനോട് തന്നെ പരിചയപ്പെടുത്താണ്. അദ്ദേഹത്തിൻ്റെ പേര് ഇവാനാണ്. അദ്ദേഹം ആദ്യം ഒരു ആംബുലൻസ് ഡ്രൈവറായിരുന്നു. ഇപ്പോൾ പക്ഷേ ജോലി അന്വേഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവാന് സ്വയം പരിചയപ്പെടുത്താണ്. Then the stranger asked him for a cigarette. The doctor gave him one. The stranger then asked for another one for later use. He took out one without waiting for the doctor's reply, and after taking out the cigarette, he put the packet back in the doctor's pocket. The doctor was rather surprised and irritated with the stranger's behavior. അങ്ങനെ അവർ ഇരുവരും കൂടി യാത്ര പോകുന്ന സമയത്ത് ഇവാന് ഡോക്ടർ ബെൻസനോട് ഒരു സിഗരറ്റ് ചോദിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ ബെൻസൺ ഒരു സിഗരറ്റ് കൊടുക്കും. പിന്നെ ഇവാന് വീണ്ടും ഒരു സിഗരറ്റും കൂടി കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സിഗരറ്റും കൂടി ചോദിക്കുകയാണ്. ആ സമയത്ത് ഡോക്ടറെ റിപ്ലൈക്ക് കാത്തു നിൽക്കാതെ അദ്ദേഹം ഡോക്ടർ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്തിട്ട്
ത്തിൻ്റെ പെട്ടി ഡോക്ടർ പോക്കറ്റിലേക്ക് തിരികെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രവൃത്തി ഡോക്ടറെ വളരെയധികം സർപ്രൈസ് ചെയ്യിക്കുകയും അതുപോലെ തന്നെ വളരെയധികം ഒരു ഇറിറ്റേറ്റ് ആവുകയാണ് ഡോക്ടർ ചെയ്യുന്നത്. ഇവാൻ്റെ ഈ പ്രവൃത്തി തീരെ ഡോക്ടർക്ക് ഇഷ്ടമാവുന്നില്ല. Dr. Benson thought that Ivan had robbed him his watch when the latter put the cigarette packet back into the doctor's pocket. The appearance of Ivan's added to his suspicions that Ivan was a thief. When the doctor threatened Ivan to put out the watch bag, the latter took out a watch from his own pocket and put into the doctor's. The doctor opened the door and forced the man out of the car. പെട്ടെന്ന് ഡോക്ടർ ബെൻസന് ഒരു സംശയം തോന്നാണ്. തൻ്റെ വാച്ച് ഇവാന് മോഷ്ടിച്ചെന്ന്. ലൈറ്റർ പോക്കറ്റിലേക്ക് ഇടുന്ന സമയത്ത് തൻ്റെ വാച്ച് ഇവാൻ മോഷ്ടിച്ചെന്ന് സംശയിക്കുകയാണ്. ഇങ്ങനെ സംശയം തോന്നിയപ്പോൾ നോക്കുന്ന സമയത്ത് ബെൻസൻ്റെ വാച്ച് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലില്ല. അപ്പോൾ ഇവാൻ തന്നെ ആ വാച്ച് മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞിട്ട് വാച്ച് തിരികെ നൽകാൻ പറഞ്ഞുകൊണ്ട് ഡോക്ടർ ബെൻസൺ ഇവാന് നേരെ തോക്ക് ചൂണ്ടാണ്. അപ്പോൾ ഈ ഒരു ഇതിൽ പേടിച്ചു പോയ ഇവാന് കയ്യിലുണ്ടായിരുന്ന വാച്ച് ഊരി കൊടുക്കുകയാണ്. ഈ സമയത്ത് വാച്ച് കിട്ടിയ ശേഷം ബെൻസൺ ഇവാനെ ഡോറ് തുറന്നിട്ട് പുറത്തേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ഡോക്ടർ ബെൻസൺ റീച്ച്ഡ് മിസ്റ്റർ ഓൾസ് ഹൗസ്, ഹി ടോൾഡ് സോർലി ദാറ്റ് സംവൺ ട്രൈഡ് ടു റോബ് ഹിസ് വാച്ച്. Suddenly he remembered that he had to record the time of delivery. He stared strangely at the watch in his hand. He found a crack on it and realized that the watch belongs to Mr. Evans himself. അങ്ങനെ ഇവാനെ പുറത്തേക്ക് തള്ളിയിട്ട ശേഷം ഡോക്ടർ ബെൻസൺ സോർലീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ സോർലീൻ്റെ വീട്ടിലെത്തിയപ്പോഴേക്കും മിസ്സിസ് സോർലി പ്രസവിച്ചതായിട്ട് അറിയാണ്. അങ്ങനെ ബെൻസൺ തനിക്ക് വഴിയിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ സോർലിയുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ സംഭവങ്ങളൊക്കെ വിവരിച്ചതിന് ശേഷം കുഞ്ഞ് ജനിച്ച സമയം നോക്കാനായിട്ട് ബെൻസൺ തൻ്റെ വാച്ച് പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം ബെൻസൺ തിരിച്ചറിയുന്നത്. എന്താണ് അദ്ദേഹത്തിന് പറ്റിയത്? പോക്കറ്റിൽ നിന്ന് എടുത്തത് ഇവാൻ്റെ വാച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ടോപ്പ് സൈഡ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ ഭീഷണി ഭയന്ന് ഇവാൻ്റെ വാച്ച് തന്നെ ബെൻസൻ്റെ പോക്കറ്റിലേക്ക് ഇട്ട് കൊടുത്തതായിരുന്നു. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ ഡോക്ടർ ബെൻസന് വല്ലാത്ത സങ്കടം തോന്നുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇഫ് ഐ വേർ യു എന്നുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത് ജെറാഡും ഒരു ഇൻട്രൂഡറുമാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ കാണുന്നത് എന്താണ്? നമ്മുടെ കഥാനായകനായ ജെറാഡ് അദ്ദേഹത്തിൻ്റെ ട്രാവലിംഗ് ബാഗ് പാക്ക് ചെയ്യായിരുന്നു. ആ സമയത്താണ് ഒരു ഇൻട്രൂഡർ ജെറാഡിൻ്റെ റൂമിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു റിവോൾവറും ചൂടിക്കൊണ്ടാണ് ജെറാഡിൻ്റെ റൂമിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഇൻട്രൂഡറെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇൻട്രൂഡർ ജെറാഡിനെ പോലെ തന്നെയാണ് കാണാൻ, അപ്പോൾ സിമിലറാണ്. അപ്പോൾ ഈ ഇൻട്രൂഡറെ ലക്ഷ്യം എന്ന് പറയുന്നത് ജെറാഡിനെ കൊന്നിട്ട് ജെറാഡായിട്ട് ആ വീട്ടിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജെറാഡ് ബുദ്ധിപരമായിട്ട് ാണ് ഈ ക്രിമിനലിനെ ട്രാപ്പ് ചെയ്യുന്നതെന്നും അവർ തമ്മിലുള്ള സംഭാഷണമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് പോയിട്ട് കാണാം. നമുക്ക് പഠിക്കാനുള്ളത് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള ചാപ്റ്ററാണ്. വിദ്യാർത്ഥികൾ തങ്ങളുടെ സ്കൂൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അതിലൊന്നാണ് സ്ട്രെസ്സ് അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം. അപ്പോൾ മാനസിക പിരിമുറുക്കത്തിൻ്റെ കാരണങ്ങളും അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൽ നിന്ന് എങ്ങനെയാണ് മുക്തി നേടുവാനുള്ള മാർഗങ്ങളുമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. The pressure and stress of examination are common in the life of students. It is not only for the students, but also the teachers and parents are facing the same situations. Sometimes unexpected demands of parents and teacher even make students stressful. Some of the reasons for the increase in the stress level are identity crisis, the need to make career-oriented decisions, teachers and parents' attitude and peer pressure. നമുക്കെല്ലാവർക്കും അറിയാമല്ലേ, പഠിക്കുന്ന കുട്ടികളെ ഏറ്റവും കൂടുതൽ
അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണ് പരീക്ഷയ്ക്ക് മുമ്പുള്ള മാനസിക പിരിമുറുക്കങ്ങളും പിന്നെ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ മാത്രമല്ല, അധ്യാപകരും വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും ഈ ഒരു മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഈ മാനസിക പിരിമുറുക്കങ്ങൾക്ക് പ്രധാന കാരണക്കാർ ആരാണ്? മാതാപിതാക്കളും അധ്യാപകരുമാണ്. കുട്ടികളിൽ അധികമായിട്ട് സമ്മർദ്ദം അടിച്ചേൽപ്പിക്കുന്നതും അവർക്ക് താങ്ങാവുന്നതിനും അധികമായിട്ട് പാഠങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതും ഒക്കെ പ്രധാന കാരണങ്ങളാണ്. അപ്പോൾ ഈ കാരണങ്ങളുടെയൊക്കെ ഫലമായിട്ട് വിദ്യാർത്ഥികളിൽ വലിയ സമ്മർദ്ദവും ഉത്കണ്ഠയും ഒക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് പരീക്ഷകളെയും ജീവിതത്തെയും തന്നെ ബാധിക്കുന്നു. അപ്പം നമ്മൾ എക്സാമിന് മുൻപേ ഉള്ള ആ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ശരിയായ രീതിയിൽ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തിട്ട് നല്ല നല്ല നോട്ട്സൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ്. അത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ധാരാളം മാർഗ്ഗങ്ങളുണ്ട്. അതിലൊന്നാണ് വ്യായാമം, പിന്നെ മസിൽ റിലാക്സിങ്, എക്സസൈസ്, നടത്തം, ജോഗിങ്, നീന്തൽ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആവുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഉന്മേഷം കിട്ടുന്നതിന് അത് സഹായകമാവുന്നുണ്ട്. കൂടാതെ തന്നെ പരീക്ഷയോടുള്ള നല്ലൊരു സമീപനം ആണ് വേണ്ടത്. ശരിയായ സമയ ക്രമീകരണങ്ങളൊക്കെ പരീക്ഷയ്ക്ക് മുമ്പുള്ള മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിന് സഹായകരമാണ്. അപ്പോൾ നിങ്ങളും ഇപ്പോൾ എക്സാമിന് തയ്യാറെടുക്കല്ലേ? അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ഇത്തരത്തിൽ സ്ട്രെസ്സൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളിങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? വ്യായാമമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റിലാക്സ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഈ പാഠത്തിൽ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്ട്രെസ്സൊക്കെ വളരെയധികം കുറഞ്ഞ് പരീക്ഷയെ നല്ല രീതിയിൽ സമീപിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് റസ്കിൻ ബോണ്ടിൻ്റെ ദ ടൈഗർ ഇൻ ദ ടണൽ എന്നുള്ള ചാപ്റ്ററാണ്. അപ്പം നമുക്ക് ചാപ്റ്ററിൻ്റെ സമ്മറിയിൽ നോക്കാം. ദ ടൈഗർ ഇൻ ദ ടണൽ റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട് ടെൽ us the hardship of an Indian family. Baldio, along with his wife, daughter and son Tembu, lived in a small village. A small rice field could not support the family, so he became a railway employee. His job was to see that the lamp was burning and give signal that the track inside the tunnel was clear. റസ്കിൻ ബോണ്ടിൻ്റെ ടൈഗർ ഇൻ ദ ടണൽ എന്നുള്ള കഥയിൽ ഒരു ഇന്ത്യൻ കുടുംബത്തിൻ്റെ കഷ്ടപ്പാടുകളാണ് അദ്ദേഹം വിവരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഥയിൽ കഥാപാത്രങ്ങളായി എത്തുന്നത് ആരൊക്കെയാണ്? ബാൽഡിയോ, പിന്നെ അദ്ദേഹത്തിൻ്റെ മകനായ 12 വയസ്സുള്ള ടെമ്പുവാണ്. അപ്പോൾ ബാൽഡിയോ ഭാര്യയോടും മകളോടും മകൻ ടെമ്പുവിനോടൊപ്പം ഒരു ചെറിയ ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. ബാൽഡിയോയുടെ നെൽപ്പാടത്തിൽ നിന്നുള്ള ചെറിയ വരുമാനം കൊണ്ട് ആ കുടുംബത്തിന് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം റെയിൽവേ ജീവനക്കാരനായി ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തുരങ്കത്തിലെ ട്രാക്കിൽ തടസ്സങ്ങളില്ലെന്നും വിളക്ക് കത്തുന്നുണ്ടോ എന്നും നോക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. ബാൽഡിയോ വാസ് നോട്ട് അഫ്രൈഡ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ആനിമൽസ്. His axe gave him confidence as he knew how to use it. He once killed a boar with it. Baldio then had an encounter with a tiger. He drove the weapon against the tiger, which caught it on the shoulder and remained stuck in the bone. Baldio was left without a weapon and he lost his life in the tiger's next attack. The tiger lost his life in the track. Tembu looked after the family in place of his father. He took up his father's job and now he is not afraid of the forest as his father's axe was with him. ബാൽഡിയോയ്ക്ക് വനത്തെയും വന്യമൃഗങ്ങളെയും ഒന്നും ഭയമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു മഴു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ കൊടുത്തിരുന്ന മഴു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. അപ്പോൾ തൻ്റെ മഴ കൊണ്ട് ഒരിക്കലും ഒരു കരടിയെ ബാൽഡിയോ കൊന്നിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ബാൽഡിയോയ്ക്ക് ഒരു കടുവയെ നേരിടേണ്ടി വരികയാണ്. അങ്ങനെ അദ്ദേഹം മഴ കൊണ്ട് കടുവയെ എതിർത്തുവെങ്കിലും അത് കടുവയുടെ ദേഹത്ത് തറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ ആക്സ് കടുവയുടെ ദേഹത്ത് തറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മഴു കടുവയുടെ ദേഹത്ത് തറച്ചിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ആയുധമൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നീടുള്ള കടുവയുടെ ആക്രമണത്തിൽ ബാൽഡിയോ മരണപ്പെടുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ട്രെയിനിൻ്റെ ശബ്ദം കേട്ട് കടുവ അതിനെ ആക്രമിക്കാൻ മുതിർന്ന സമയത്ത് കടുവയെ ട്രെയിൻ തട്ടിയിട്ട് തെറിപ്പിക്കുകയാണ്. അങ്ങനെ കടുവയും മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ്റെ മരണത്തോടെ കുടുംബഭാരം മുഴുവൻ ടെമ്പുവിൻ്റെ ചുമലിലാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ ചെയ്തിരുന്ന ജോലി ടെമ്പു ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അച്ഛൻ്റെ മഴു കയ്യിലുള്ളത് കൊണ്ട് ടെമ്പുവിന് കാടിനെയോ കാട്ടുമൃഗങ്ങളെയോ ഒന്നും ഇപ്പോൾ പേടിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ടൈഗർ ഇൻ ദ ടണൽ എന്നുള്ള ചാപ്റ്ററിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ റോഡ് നോട്ട് ടേക്കൺ എന്ന് പറഞ്ഞ ഒരു പോയമാണ്. പോയത്തിൻ്റെ സമ്മറിയിലേക്ക് കിടക്കാം. ദ പോയം ദ റോഡ് നോട്ട് ടേക്കൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ഈസ് അബൌട്ട് മേക്കിംഗ് ചോയ്സസ്. ഹിയർ ദ റോഡ് സിംബലൈസസ് അവർ ലൈഫ്. ദ ചോയ്സ് ദാറ്റ് വി മേക്ക് ഡിസൈഡ് അവർ ഫ്യൂച്ചർ. അപ്പോൾ റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ ഒരു മനോഹരമായ കവിതയാണ് ദ റോഡ് നോട്ട് ടേക്കൺ. ഈ കവിതയിൽ എന്താണ് പറയുന്നത്? ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ട വഴികളെക്കുറിച്ചാണ് ഈ കവിതയിലുടനീളം പ്രതിപാദിക്കുന്നത്. കവിതയിലെ റോഡ് നമ്മുടെ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് എന്നാണ് ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന ആശയം എന്ന് പറയുന്നത്. Once the poet was walking through a forest and came to a point where there was a diversion. There were two different paths and he had to choose one. Both the paths looked alike. Then he chose one and kept the other for another, and he won't be able to come back. അങ്ങനെ ഒരിക്കൽ കവി ഒരു കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് രണ്ട് വഴികൾ കാണുകയാണ്. അങ്ങനെ രണ്ട് വഴിയും കാഴ്ചയ്ക്ക് ഒരേപോലെ ആയിട്ടാണ് കവിക്ക് തോന്നുന്നത്. അങ്ങനെ കവി അതിലൊരു വഴി തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ രണ്ടാമത്തെ വഴിയിലൂടെ പിന്നീട് ഒരിക്കൽ പോകാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. മുന്നോട്ട് പോകും തോറും വഴികൾ പലതായിട്ട് തിരിഞ്ഞ് വേറെ വേറെ വഴികളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കുകയാണ് പോയ വഴിയിൽ തിരികെ ഇനി വരാനാവില്ലെന്ന്. സിമിലർലി ഇൻ അവർ ലൈഫ്, a choice made once can't be changed. The poem gives a strong message to all the students that one should be wise and careful while making choices out of option, because that choice decide your future. അപ്പോൾ കവി എന്താണ് പറയുന്നത്? അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പിന്നീട് ഒരിക്കലും നമുക്ക് മാറ്റുവാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് ആലോചിച്ചിട്ട് ബുദ്ധിപൂർവ്വം എടുക്കേണ്ടതാണെന്നും അതാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നതെന്നുമാണ് ഈ കവിതയുടെ സന്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ കവിതയിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് പറഞ്ഞ ഒരു പോയമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്നുള്ള ആന്തോളജിയിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ ഇതിൽ അദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ എന്താണ് സ്വാതന്ത്ര്യം എന്ന് ഈ കവിതയിൽ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുൻപേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. നമ്മുടെ വീഡിയോ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത്. അതുകൊണ്ട് നിങ്ങൾ അത് പോയിട്ട് കാണുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യ ഹെർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചറാണ്. ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു സ്പീച്ചാണ്. ഇന്ത്യ ഹെർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഈസ് എ സ്പീച്ച് ഗിവൺ ബൈ ജവഹർലാൽ നെഹ്റു. There is confusion and worry in Nehru's mind about the best way forward. History to him was like voyage to discover the past. Nehru was aware of the country achievements and shortcomings. അപ്പോൾ നെഹ്റു തൻ്റെ പ്രസംഗത്തിലൂടെ ഇന്ത്യയുടെ ചരിത്രവും ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ പ്രകടമാക്കുകയാണ്. ഇന്ത്യയുടെ ചൈതന്യവും വേഗതയും ഒക്കെ നഷ്ടമായതായിട്ട് നെഹ്റു പറയുന്നു. Through the speech, he talked about his dream about future India. He also complained about the division among people based on caste and customs. He wanted to build a new India on old foundation. Nehru believes that science and technology will be able to solve the problem of providing primary necessities of life to everyone all over the world. He wanted India to be free from all sort of violence and people be united. നമ്മുടെ സമൂഹത്തെ ജാതിയുടെയും ആചാരങ്ങളുടെയൊക്കെ പേരിൽ വേർതിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഭൂതകാലവും ഭാവി കാലവും എതിർദിശയിലേക്ക് വലിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ടും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം നിലകൊള്ളുന്നു എന്നാണ് പറയുന്നത്.
സത്യവും സമാധാനവും ഉയർത്തിപ്പിടിച്ച് ഒരു പുതിയ ജനതയെ വാർത്തെടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. സയൻസിൻ്റെയും സാങ്കേതികവിദ്യയുടെയും ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം. തൻ്റെ ലക്ഷ്യങ്ങളിൽ അങ്ങേയറ്റം ആത്മാർത്ഥത വച്ചു പുലർത്തിയിരുന്നു. നാം ശാസ്ത്രീയ ശീലമുള്ളവരായിരിക്കണമെന്നും നമ്മുടേത് മഹത്തായ രാജ്യമാണെന്ന് നാം വിശ്വസിക്കുകയും നമ്മുടെ തീരുമാനങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയും വേണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശാസ്ത്രീയത്വമുള്ള ജനങ്ങളായിട്ട് മാറിയിട്ട് ജാതിയുടെയും വർഗത്തിൻ്റെയും ഭാഷയുടെയും ഒക്കെ പേരിലുള്ള യുദ്ധം അവസാനിപ്പിച്ച് ഒരു തരത്തിലുള്ള വിവേചനമില്ലാതെ മനുഷ്യൻ എന്ന ഒറ്റ വിഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയെ മാറ്റണമെന്നാണ് അദ്ദേഹം ഈ ഒരു സ്പീച്ചിലൂടെ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് ആണ്. അതിൻ്റെ സമ്മറി നോക്കാം. ദിസ് ഈസ് ദ സ്റ്റോറി ഓഫ് എ ഗേൾ നെയ്മഡ് ആരാധന. She was a good dancer. A dance by Aradhana is the inaugural item of the annual dance show conducted by Kamala Devi School of Dance and Music. Aradhana's youngest sister praised her very much and told her that she was looking very beautiful. Pramila thereon came along with their grandmother to the backstage before Aradhana's dance. They talked for a while. Pramila was an ill-minded person. Later, Aradhana came to hear the conversation between Pramila and her grandmother. She got upset after hearing that she was an adopted child. Her mother tried to console her. At last, Aradhana with heavy heart danced on the stage for her mother. ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് എന്ന് പറയുന്നത് ആരാധന എന്ന പെൺകുട്ടിയുടെ കഥയാണ്. ആരാധന ഒരു നല്ലൊരു ഡാൻസറായിരുന്നു. അവൾക്കൊരു അവസരം കിട്ടുകയാണ്. കമലാദേവി നൃത്തസംഗീത കലാലയം ഒരു ഡാൻസ് പരിപാടി കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഡാൻസ് ചെയ്ത് ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്കൊരു അവസരം കിട്ടുകയാണ്. ആരാധനയുടെ അനിയത്തിക്ക് അവളെ വളരെ ഇഷ്ടമായിരുന്നു. അവളുടെ കഴിവിനെയും സൗന്ദര്യത്തെയും പറ്റിയിട്ടൊക്കെ അവൾ നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബന്ധുവായ പ്രമീള എന്ന് പറയുന്ന ആൻറ്റിയെ ആരാധനയ്ക്ക് അധികം ഇഷ്ടമൊന്നുമില്ല. എപ്പോഴും ആരാധനയെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഒരു ആൻറ്റി ആയിരുന്നു പ്രമീള എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രമീളയുടെ സാന്നിധ്യം ആരാധനയെ വളരെ അസ്വസ്ഥയാക്കുന്നുണ്ട്. അങ്ങനെ പ്രമീള എന്ന് പറഞ്ഞ ആൻറ്റി ആരാധന ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ചെല്ലുകയും ആരാധന ദത്തെടുക്കപ്പെട്ട കുട്ടിയാണെന്ന കാര്യം പ്രമീള ആരാധനയോട് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വാർത്ത അവളെ വളരെയധികം ദുഃഖിതയാക്കുകയാണ്. അവൾ വേദിയിലേക്ക് ഡാൻസ് കളിക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അവൾ കരഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് അവളെ അമ്മ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അമ്മയുടെ സ്നേഹത്തിന് മുൻപിൽ അവൾ കീഴടങ്ങിയിട്ട് വേദിയിൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവൾ നൃത്തം ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയാണ് ഈ കഥയുടെ ആശയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 4 റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നിങ്ങളുടെ ഇംഗ്ലീഷ് ബുക്കിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിലെന്തായിരുന്നു പറഞ്ഞത്? എക്സാമിൻ്റെ ടൈമിൽ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും പേരൻസിനൊക്കെ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ കുറിച്ചിട്ടും അതെങ്ങനെയൊക്കെയാണ് ഓവർകം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള ചാപ്റ്ററാണ്. വിദ്യാഭ്യാസത്തിലൂടെ വ്യക്തിത്വമുള്ള പൗരന്മാരെ എങ്ങനെ വാർത്തെടുക്കുന്നുവെന്നും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യത്തെ പറ്റിയുമാണ് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ സമ്മറി ഞാൻ ഡിസ്പ്ലേ ചെയ്യാം. അതിൻ്റെ മലയാളം പറഞ്ഞു തരാം. എഡ്യൂക്കേഷൻ ഈസ് കോമൺലി അണ്ടർസ്റ്റുഡ് ബൈ പീപ്പിൾ ആസ് മീൻ ഓഫ് എക്വയറിംഗ് certain knowledge and skill in order to earn their living. But that is only the purpose of education. Humans are much more than just wage earning machines. The purpose of education is to produce responsible and committed citizens who would be able to contribute to the progress of the community, society, and the country at large. Education helps in shaping one's personality so that one is able to face challenges of life. ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്? സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള പൗരന്മാരെ വാർത്തെടുക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ടെന്നാണ് പറയുന്നത്. തെറ്റും ശരിയും ഒക്കെ മനസ്സിലാക്കുവാൻ വിദ്യാഭ്യാസം സഹായിക്കുന്നു. വിദ്യാഭ്യാസത്തിലൂടെ നല്ല വ്യക്തിത്വമുള്ള ആളുകളെ വാർത്തെടുക്കാൻ സഹായകമാവുന്നുണ്ട്. അതുമാത്രമല്ല, അവർ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നേരിടാൻ വിദ്യാഭ്യാസത്തിലൂടെ പ്രാപ്തരാവുന്നുണ്ട്.
Stress is nothing but mental tension or anxiety which is caused by the work at hand. This happens when one is not able to deal with that work. When he or she finds it's difficult to cope with it and want change the external pressure, then him or her such a change. The situation leads to stress. Another reason that causes stress in today's world is an urge to reach the top and be successful. This rat race is often prompted by greed and jealousy rather than by an estimation of one's own abilities. ഇതിൽ പറയുന്നുണ്ട് മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്നത് അമിതമായ ഉത്കണ്ഠയും ജോലിഭാരവും മൂലമാണ്. നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അതേപോലെ ജോലിഭാരവും കൊണ്ട് മാനസിക പിരിമുറുക്കം ഉണ്ടാകും. പിന്നീട് മാനസിക പിരിമുറുക്കത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു കാരണം എന്താണ്? ആധുനിക ലോകത്തിൽ ഉന്നത വിജയം ആഗ്രഹിക്കുന്നത് മൂലമാണ്. അപ്പോൾ ഇത് അത്യാഗ്രഹം, അസൂയ എന്നിവയൊക്കെ വളർത്തുന്നു. Therefore, the moment one notices that one is stressed, that is, one is not able to cope with work, studies, problem, etc., the first step one should take in is to find out the cause of the problem with calm and cool mind. If one is not able to do this on his or her own, one should not hesitate to get the help of someone who can trust. It is better to share a problem and find a solution than to struggle without result and feel miserable. Change of work now and then make one feel refreshed. Listening to music which one likes, taking a long walk, etc. ശാന്തമായ മനസ്സിനാണ് മാനസിക പിരിമുറുക്കത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത്. അപ്പം നമ്മൾ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് വഴിയും പിന്നീട് എന്താണ് സംഗീതം ആസ്വദിക്കുന്ന വഴിയും ശാന്തമായ പ്രദേശങ്ങളിലൂടെ നടക്കുന്നത് വഴിയൊക്കെ നമുക്ക് മാനസിക പിരിമുറുക്കം എളുപ്പത്തിലും ലളിതമായിട്ടും പരിഹരിക്കാം. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വേദ് മേത്തയുടെ മൈ സൺ വിൽ നോട്ട് എ ബെഗർ ബി എന്നുള്ള ചാപ്റ്ററാണ്. This story is an autobiographical rendition of Ved Mehta, who suffered from a prolonged stroke meningitis, as a result of which he turned blind at the tender age of 3.5. മൈ സൺ വിൽ നോട്ട് എ ബെഗർ ബി എന്ന് പറയുന്നത് വേദ് മേത്തയുടെ ഒരു ആത്മകഥയുടെ ആവിഷ്കരണമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് മെനിഞ്ചൈറ്റിസിൻ്റെ ഫലമായിട്ട് ഇളം പ്രായത്തിൽ തന്നെ കാഴ്ച നഷ്ടപ്പെട്ട അനുഭവമാണ് ഈ കഥയിൽ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 3-ാം വയസ്സിൽ അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെടുകയാണ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് മസ്തിഷ്ക വീക്കത്തിനെയാണ്. ദി നറേറ്റർ ഫീൽ ഗുഡ് ദാറ്റ് ഹി ലോസ്റ്റ് ഹിസ് ഹൈ സൈറ്റ് at this early age because a child at this age cannot remember people, colors and other beautiful things in nature. വേദ് മേത്തയ്ക്ക് തൻ്റെ ഇളം പ്രായത്തിൽ തന്നെ കാഴ്ച നഷ്ടപ്പെട്ടതിന് ദുഃഖമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളം പ്രായത്തിൽ, അതായത് 3 വയസ്സിൽ പ്രത്യേകിച്ച് ആരെയും ഒരു വ്യക്തിയെ മനസ്സിലാക്കുവാനോ നിറമോ വർണ്ണങ്ങളോ തിരിച്ചു അറിയുവാനോ ഒന്നും സാധിക്കുകയില്ല. അപ്പോൾ ആ ഒരു പ്രായത്തിൽ കാഴ്ച ലഭിച്ചതുകൊണ്ടോ കാഴ്ച ഇല്ലാതിരുന്നത് കൊണ്ടോ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. So he had no memories of seeing. There was nothing to look back to, nothing to miss of the 5 senses. He lost one and feel sad for it. His father was a doctor. He got his son best treatment, but beyond that knew nothing more could be done to restore his eyesight. His family moved from Gujarat to Lahore. പക്ഷേ കാഴ്ചയില്ലാത്തതിൻ്റെ വിഷമം വളരെ വലുതാണെന്ന് ദുഃഖത്തോടെ അദ്ദേഹം ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് താൻ ഇപ്പോൾ ജീവിക്കുന്നത് ഇരുട്ട് മാത്രം നിറഞ്ഞ ഒരു ജീവിതമാണെന്നും അതിൽ ജീവിക്കുന്നത് വളരെ പ്രയാസകരമാണെന്ന് മേത്ത പറയുന്നുണ്ട്. തനിക്ക് പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്ന് നഷ്ടമായെന്നും ഇപ്പോൾ മറ്റ് ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെയാണ് താൻ ജീവിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. നേരത്തെ പറയുന്നുണ്ട് തനിക്ക് കേൾക്കാനും ചിന്തിക്കാനും രുചിച്ചറിയുവാനും സുഗന്ധം അറിയുവാനും ഒക്കെ സാധിക്കും. എന്നിരുന്നാലും കാഴ്ചയില്ലായ്മ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നം തന്നെയായിരുന്നെന്ന് ഓർക്കുന്നുണ്ട്. മേത്തയുടെ പിതാവ് ഒരു ഡോക്ടറായിരുന്നു.
അപ്പോൾ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ചികിത്സകളും പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ സഹായകരമായിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവർ ഗുജറാത്തിൽ നിന്നും ലാഹോറിലേക്ക് താമസം മാറുകയാണ്. The only blind person Veda's parents had seen were beggars. Ved Mehta's mother could not believe that her son was blind. She called Pandit and Hakim for improving his sight. But his father, who was a doctor, did not believe in the Pandits and Hakims. His father read all available literature on blindness. He learned almost all India's blind peoples had turned to begging for their livelihood. അന്നത്തെ കാലത്ത് കാഴ്ചശക്തി ഇല്ലാത്തവൻ ഒരു ശാപമായിട്ടാണ് ഉത്തരേന്ത്യക്കാർ പരിഗണിച്ചിരുന്നത്. അവർക്ക് വേറെന്തെങ്കിലും സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് അവർ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. കാഴ്ചയില്ലാത്ത ആൾ യാചകൻ അല്ലെങ്കിൽ ഭിക്ഷാടകനായിട്ട് മാറും എന്നതായിരുന്നു അവിടങ്ങളിലുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെ വേദ് മേത്തയുടെ പേരൻസ് തൻ്റെ മകനൊരു ഭിക്ഷാടകനായിട്ട് മാറരുതെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവരുടെ മകന് വേണ്ടിയിട്ട് വളരെയധികം പ്രതിസന്ധികൾ അവർ തരണം ചെയ്തിട്ടുണ്ട്. എന്നാൽ വേദ് മേത്തയുടെ അമ്മ വളരെ വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചത്. മകൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ യാഗങ്ങളും ഹോമങ്ങളൊക്കെ ചെയ്തു. സന്യാസിമാരെയൊക്കെ സമീപിച്ചിട്ടുണ്ടായിരുന്നു മകൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്നും അവൻ്റെ കാഴ്ച തിരിച്ചു കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ പിതാവിന് അതിനോടൊന്നും യോജിപ്പുണ്ടായിട്ടുണ്ടായിരുന്നില്ല. മേത്തയുടെ അച്ഛൻ തനിക്ക് അറിയാവുന്ന പുസ്തകങ്ങളും മറ്റും വായിച്ച് കാഴ്ചയില്ലാത്ത കുട്ടികളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം തൻ്റെ മകന് തുടർ വിദ്യാഭ്യാസത്തിനായിട്ട് അയക്കുവാൻ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. He wanted his son to be just like any other normal child. He wrote to many institutions and organizations, but none of them gave satisfactory replies. He continued his search for the right institution. Finally, he heard about the other school for the blind. He wrote to the principal for advice. Later, Ved Mehta was sent to Bombay to attend the school. തൻ്റെ മകൻ ഒരിക്കലും ഒരു യാചകനായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് വേദ് മേത്തയുടെ അച്ഛൻ വേദ് മേത്തേനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിക്കുകയാണ്, വിദ്യാഭ്യാസം നൽകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷകൾ അയച്ചുവെങ്കിലും അവരെല്ലാം കാഴ്ചയില്ലാത്തത് ഒരു പ്രശ്നമാക്കി കണക്കാക്കുകയാണ്. അങ്ങനെ ഒടുവിൽ കാഴ്ചയില്ലാത്ത കുട്ടികൾക്കായിട്ട് നടത്തുന്ന ദാദർ സ്കൂളിനെ കുറിച്ചിട്ട് വേദ് മേത്തയുടെ അച്ഛൻ അറിയുകയാണ്. അങ്ങനെ ആ സ്കൂളിലേക്ക് തൻ്റെ മകനെ പറഞ്ഞയക്കുവാൻ അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചു. വേദ് മേത്തയുടെ അച്ഛൻ അവിടേക്ക് ഒരു കത്തെഴുതിയിട്ട് മകൻ്റെ വൈകല്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെ ആ സ്കൂളിലേക്ക് വേദ് മേത്ത ചേരുകയാണ് ചെയ്യുന്നത്. ഒരു പിതാവിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളാണ് വേദ് മേത്തയുടെ ഈ അനുഭവക്കുറിപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തൻ്റെ മകൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞത് ഭിക്ഷാടകനായി തീരും എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും ആ പിതാവ് ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിശ്രമഫലമായിട്ട് വേദ് മേത്ത നല്ലൊരു മനുഷ്യനായിട്ട് തീരുകയാണ്. അപ്പോൾ ഇത്രയാണ് ഈ കഥയിലെ ആശയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്? ലഹരി ഉപയോഗത്തിനും ലഹരി വ്യാപാരത്തിനുമെതിരെ ലഹരി വിരുദ്ധ ദിനത്തിൽ UN സെക്രട്ടറി ജനറൽ നടത്തിയ സന്ദേശമാണിത്. നിയമവിരുദ്ധമായ ലഹരിക്കടിമകളായിട്ട് 200 ദശലക്ഷം ആളുകൾ ഉണ്ടെന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ശരീരത്തിനും മനസ്സിനും ഗുണകരമായിട്ടുള്ള ജീവിത രീതി സ്വീകരിക്കണമെന്ന് ഈ സന്ദേശത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. അച്ചടക്കവും ആത്മവിശ്വാസവും കായിക പ്രവർത്തനങ്ങളും ലഹരിക്കെതിരെയായുള്ള പ്രതിരോധ മാർഗങ്ങൾ ഉയർത്തുന്നു. അപ്പോൾ ചികിത്സയ്ക്ക് ശേഷം സാധാരണ രീതിയിലുള്ള ജീവിതം ആരംഭിക്കാവുന്നതാണ്. ദീർഘനാളുകളായുള്ള ചികിത്സയാണ് നല്ലത്. ഇത്തരം ചികിത്സകൾ ലഹരി ഉപയോഗിക്കുന്നത് തടയുകയും സമയ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്.